നമ്മൾ സാധാരണയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിൽ കുറച്ച് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, പിന്നെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലേ. കുറച്ച് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള പോസ്റ്റാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഒരുപാട് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്, അതായത് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല, അപ്ലൈ ചെയ്യണോ എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അത് അപ്ലൈ ചെയ്യണം. നിങ്ങൾ ഇതിന് വേറൊരു പേരുണ്ട്, അറിയാവോ? എന്താണ് ഇതിന്റെ വേറൊരു പേര്? ഹാർട്ട്മാൻ സൊല്യൂഷൻ എന്ന് പറയും കേട്ടോ. നമ്മുടെ എക്സാമിനേഴ്സ് പറ്റിക്കാനൊക്കെ ചോദിക്കും കേട്ടോ. ഹാർട്ട്മാൻ സൊല്യൂഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഹൈ ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. അപ്പം നമ്മുടെ എയിംസിന്റെ നോർസെറ്റ് എക്സാം അല്ലേ, എയിംസിന്റെ അല്ല, നോർസെറ്റിലെ എയിംസ്, ESIC, ജിപ്മർ ഒക്കെ വരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ RRB എക്സാം വരുന്നുണ്ട്, SGPG വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അല്ലേ. സോ ഈ എക്സാംസിനൊക്കെ നമുക്ക് സാധാരണ CBT ആണ് നടത്തപ്പെടുക അല്ലെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നടത്തപ്പെടുക. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിൽ കുറച്ച് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, പിന്നെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ. കുറച്ച് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതില് സാധാരണ എല്ലാ എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫ്ലൂയിഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ നമുക്ക് ബേൺസിലെ ഫ്ലൂയിഡ് കാൽക്കുലേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാവേ. ഇത് ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ, നമ്മളിതിൽ എന്താ ഒരു ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫോർമുലയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക, കാണുക കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അതുകൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നോർസെറ്റ് 9th എക്സാം വരുന്നത് സെപ്റ്റംബർ മാസം 14-ാം തീയതിയാണ് അല്ലേ. അതിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓഗസ്റ്റ് 11-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള പോസ്റ്റാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഒരുപാട് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്, അതായത് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല, അപ്ലൈ ചെയ്യണോ എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അത് അപ്ലൈ ചെയ്യണം. നിങ്ങൾ എക്സാം എഴുതണം കേട്ടോ, എക്സാം എഴുതണം. നമ്മുടെ എജ്യൂസ് അക്കാഡമിന്റെ ക്ലാസ്സുകളൊക്കെ ലഭ്യമാണ്. നമ്മുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്, ഇതിന്റെ സിലബസ് തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ്. അതായത് സിലബസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, 80% നഴ്സിംഗ് സബ്ജക്ട്സും 20% നോൺ നഴ്സിംഗ് ആണ്. സോ അതൊക്കെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണുള്ളത്. ലൈവായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്, ലൈവായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും. അപ്പം നന്നായിട്ട് പഠിക്കുക, എല്ലാ സപ്പോർട്ടും എജ്യൂസ് അക്കാഡമി നൽകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് പോകാമേ. സോ ബേൺസ് ആസ് സച്ച് ഒരു വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കതിലെ ഫ്ലൂയിഡ് കാൽക്കുലേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ പലതരത്തിലുള്ള ഫോർമുലാസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അതിൽ നോക്കിക്കോ, ഒന്ന് കൺസെൻസസ് ഫോർമുല എന്ന് പറയും. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ലാക്ടേറ്റ് റിംഗേഴ്സ് സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ റിംഗേഴ്സ് ലാക്ടേറ്റ് സൊല്യൂഷൻ ആണ്. ഇതിന് വേറൊരു പേരുണ്ട്, അറിയാവോ? എന്താണ് ഇതിന്റെ വേറൊരു പേര്? ഹാർട്ട്മാൻ സൊല്യൂഷൻ എന്ന് പറയും കേട്ടോ. നമ്മുടെ എക്സാമിനേഴ്സ് പറ്റിക്കാനൊക്കെ ചോദിക്കും കേട്ടോ. ഹാർട്ട്മാൻ സൊല്യൂഷൻ എന്ന് നമ്മൾ പറയാറുണ്ട് ഈ റിംഗേഴ്സ് ലാക്ടേറ്റ് സൊല്യൂഷനെ. അപ്പൊ അതിന്റെ ഫോർമുല വരുന്നത് 2 to 4 ml, അതായത് ഫ്ലൂയിഡ് ആണ്. 2 to 4 ml ഫ്ലൂയിഡ് ഇൻറ്റു ബോഡി വെയിറ്റ് ഓഫ് ദ പേഷ്യന്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് TBS ബേൺഡ്, അതായത് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ബോഡി സർഫസ് ഏരിയ ബേൺഡ്. ഇതൊക്കെ വേറെ വേറെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ബേൺസിൽ നമ്മൾ TBS കാൽക്കുലേറ്റ് ചെയ്യാനും പല ഫോർമുലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഹാഫ് ടു ബി ഗിവൺ ഇൻ ദ ഫസ്റ്റ് 8 hours അല്ലെ. ആദ്യത്തെ 8 മണിക്കൂറിൽ ഈ കിട്ടിയിരിക്കുന്ന ഫ്ലൂയിഡിന്റെ ഹാഫ് നമ്മൾ മീൻസ് പേഷ്യന്റിന് ഇൻഫ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് റിമൈനിങ് ഹാഫ് ടു ബി ഗിവൺ ഓവർ ദ നെക്സ്റ്റ് 16 hours. ഇതാ നമ്മുടെ കൺസെൻസസ് ഫോർമുല വരിക. നെക്സ്റ്റ് വരുന്നത് ഇവാൻസ് ഫോർമുലയാണ്. ഇവാൻസ് ഫോർമുലയിൽ നമ്മൾ എങ്ങനെ ഓർക്കണേ, ഈ കൺസെൻസസ് ഫോർമുലയിൽ നോക്കിക്ക് റിംഗേഴ്സ് ലാക്ടേറ്റ് സൊല്യൂഷൻ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. അതേസമയം ഇവാൻസ് ഫോർമുലയിലാണെങ്കിൽ CEG എന്ന് ഓർത്താം കേട്ടോ. CEG എന്ന് പറഞ്ഞാൽ കൊളോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, കൂടാതെ ഗ്ലൂക്കോസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ റിംഗേഴ്സ് ലാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഏത് സൊല്യൂഷൻ ആണ്? അതൊരു ക്രിസ്റ്റലോയിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ. ക്രിസ്റ്റലോയിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് ഈ റിംഗേഴ്സ് ലാക്ടേറ്റ്. പിന്നെ നോർമൽ സെല്ലിനൊക്കെ ക്രിസ്റ്റലോയിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊളോയിഡ് ആണ് കേട്ടോ. കൊളോയിഡിന്റെ എക്സാമ്പിൾ പറയാവോ? കൊളോയിഡിന്റെ എക്സാമ്പിൾ എന്താണ്? അതായത് നമ്മളെ ഡെക്സ്ട്രാൻ, പിന്നെ ഹെപ്പാസ്റ്റാർച്ച്, ആൽബുമിൻ, ഇതൊക്കെ എന്താണ്? കൊളോയിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് വോളിയം എക്സ്പാൻഡേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊളോയിഡ്, ഇലക്ട്രോലൈസ്, ഗ്ലൂക്കോസ്. കൊളോയിഡ് യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ 1 ml ഓഫ് ദ ഫ്ലൂയിഡ് into kilogram body weight, അതായത് പേഷ്യന്റ് ബോഡി വെയിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് TBS ബേൺഡ്, അതായത് ടോട്ടൽ ബോഡി സർഫസ് ഏരിയ ബേൺഡ് കേട്ടോ. ഇലക്ട്രോലൈസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സലൈൻ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ കൊളോയിഡ് യൂസ് ചെയ്തു, ഇവിടെ നമ്മൾ ക്രിസ്റ്റലോയിഡ് സലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് 1 ml ഇൻറ്റു ബോഡി വെയിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് TBS ബേൺഡ്. നെക്സ്റ്റ് ഗ്ലൂക്കോസ് ആണെങ്കിൽ 5% ഇൻ വാട്ടർ, അതായത് 5% ഡെക്സ്ട്രോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഇൻസെൻസിബിൾ വാട്ടർ ലോസ് കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുക. 2000 ml ആണ് നമ്മൾ ഗ്ലൂക്കോസ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇവാൻസ് ഫോർമുലയിൽ. അതിൽ ഡേ 1 നമ്മൾ കൊടുക്കുന്നത്
അതിലെ ഡേ 1 തന്നെ ആദ്യത്തെ 8 മണിക്കൂർ നമ്മൾ ഹാഫ് ഓഫ് ദ സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് 16 മണിക്കൂറിൽ ബാക്കി ഹാഫ് കൂടെ നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഡേ 2-ലാണെങ്കിൽ ഹാഫ് ഓഫ് ദ പ്രീവിയസ് ഡേയ്സ് കൊളോയിഡ്സ് ആൻഡ് ഇലക്ട്രോലൈസ്, അതായത് നമ്മൾ ഫസ്റ്റ് ഡേ കൊടുത്തതിന്റെ കൊളോയിഡ്സ് ഇലക്ട്രോലൈസ് അതിന്റെ ഹാഫ്, അതുകൂടാതെ ഇൻസെൻസിബിൾ ഫ്ലൂയിഡ് ലോസിന് നമ്മൾ ആ 2000 കൊടുക്കുന്നുണ്ട് ഡേ 2-ല്. പിന്നെ വളരെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സിമം 10,000 ml per 24 hours കേട്ടോ. 10,000 ml എന്ന് പറഞ്ഞാൽ 10 liters നമ്മൾ മാക്സിമം ഓവർ 24 hours നമ്മൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കൂടെ ഓർക്കാം. പിന്നെ സെക്കൻഡ് ഡിഗ്രി കൂടാതെ തേർഡ് ഡിഗ്രി, അതായത് പാർഷ്യൽ ഫുൾ തിക്നെസ് ബേൺസ് എക്സീഡിങ് 50% TBSA ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് 50% TBSA. അതായത് ഇപ്പം സപ്പോസ് പേഷ്യന്റിന് 60% ടോട്ടൽ ബോഡി സർഫസ് ഏരിയ ബേൺഡ് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ 60% കൊടുക്കില്ല. 50% എത്രയാണോ നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കുക അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടെ ഫ്ലൂയിഡ് പേഷ്യന്റിനെ അഡ്മിനിസ്റ്റർ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ബ്രൂക്ക് ആർമി ഫോർമുലയാണ്. ഇവിടെയും സെയിം ആണ്. നോക്കിക്കേ, കൊളോയിഡ്സ് ഇലക്ട്രോലൈസ് ഗ്ലൂക്കോസ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൊളോയിഡ്സ് 0.5 ml ഇൻറ്റു കിലോഗ്രാം ബോഡി വെയിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് TBSA ബേൺഡ്. പിന്നെ ഇവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതായത് നേരത്തെ നമ്മൾ സലൈൻ ആയിരുന്നു പറഞ്ഞത്, ഇവിടെ നമ്മൾ ലാക്ടേറ്റ് റിംഗർ സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഫോർമുല 1.5 ml ഇൻറ്റു കിലോഗ്രാം ബോഡി വെയിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് TBSA ബേൺഡ് കേട്ടോ. അപ്പം ക്ലോയിഡ്സ് ഇലക്ട്രോലൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്ലൂക്കോസ് അതായത് 5% ഇൻ വാട്ടർ ആണ്. അത് നമ്മൾ 2000 ml ഫോർ ഇൻസെൻസിബിൾ വാട്ടർ ലോസ് ആണ് നമ്മൾ കൊടുക്കുക. ബ്രൂക്ക് ആർമി ഫോർമുല അതില് ഡേ 1-ലാണെങ്കിൽ ആദ്യത്തെ 8 മണിക്കൂറിൽ നമ്മൾ ഹാഫ് ഫ്ലൂയിഡ് കൊടുക്കുന്നുണ്ട്. റിമൈനിങ് ഹാഫ് ഫ്ലൂയിഡ് നമ്മൾ നെക്സ്റ്റ് 16 hours നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഡേ 2 ആണെങ്കിൽ ഹാഫ് ഓഫ് ദ കൊളോയിഡ്സ്, ഹാഫ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ്സ് കൂടാതെ ഇൻസെൻസിബിൾ ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് ഡേ 2-ൽ കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം സെയിം ആയിട്ടാണ് ഈ രണ്ട് ഫോർമുലാസിൽ വരിക കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ്. പിന്നെന്താ, സെക്കൻഡ് തേർഡ് ഡിഗ്രി ബേൺസ് എക്സീഡിങ് 50% TBSA ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് 50%. അതായത് എത്ര 50% കൂടുതൽ എത്ര പെർസെൻറ്റേജ് ബേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ 50% ഫ്ലൂയിഡ് ആയിരിക്കും അഡ്മിനിസ്റ്റർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് പാർക്ക്ലാൻഡ് ബാക്സ്റ്റർ ഫോർമുല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ പല എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. അത് മാത്രമല്ല, നമ്മൾ സാധാരണ നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റപ്പിൽ അല്ലെ, ഹോസ്പിറ്റൽസിൽ നമ്മൾ പേഷ്യൻസിനൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ പേഷ്യൻ്റൊക്കെ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ ഈ പാർക്ക്ലാൻഡ് ബാക്സ്റ്റർ ഫോർമുലയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ലാക്ടേറ്റഡ് റിംഗേഴ്സ് സൊല്യൂഷൻ അല്ലെ, റിംഗേഴ്സ് ലാക്ടേറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ഹാർട്ട്മാൻ സൊല്യൂഷൻ, ഇത് ക്രിസ്റ്റലോയിഡ് സൊല്യൂഷൻ ആണ് കേട്ടോ. ഇവിടുത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ 4 ml RL ഇൻറ്റു കിലോഗ്രാം ബോഡി വെയിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് TBSA ബേൺഡ് ആണ്. ഇതിൽ ഡേ 1-ൽ നമ്മൾ നോക്കിക്കേ, ഡേ 1-ൽ ആദ്യത്തെ 8 മണിക്കൂർ നമ്മൾ ഹാഫ് ഫ്ലൂയിഡ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് 16 hours നെക്സ്റ്റ് ഹാഫ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡേ 2 ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊളോയിഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ആൽബുമിൻ, ഹെപ്പാസ്റ്റാർച്ച് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഡേ 2-ൽ കേട്ടോ. കൊളോയിഡ് കൂടെ നമ്മൾ ഡേ 2-ൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ വന്ന കാര്യം നോക്കിയാൽ പാർക്ക്ലാൻഡ് ഫോർമുലയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക കോമൺ ആയിട്ട്. സോ പാർക്ക്ലാൻഡ് ഫോർമുല റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് കാൽക്കുലേഷൻ പർപ്പസിൽ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാവേ. അതിലെ 60 kilogram പേഷ്യന്റ് പ്രസൻസ് വിത്ത് 40% ബേൺസ് കേട്ടോ. അതായത് 60 kilogram വെയിറ്റ് ഉള്ള ഒരു പേഷ്യന്റ് 40% ബേൺസുമായിട്ട് വരികയാണ്. സോ യൂസിങ് പാർക്ക്ലാൻഡ് ഫോർമുല കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് റിക്വയർഡ് ഫോർ ദ ഫസ്റ്റ് 24 hours കേട്ടോ. ആദ്യത്തെ 24 മണിക്കൂറിൽ നമ്മൾ എത്രത്തോളം ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് നടത്തണം എന്നുള്ളത് നമ്മൾ പാർക്ക്ലാൻഡ് ഫോർമുല യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ഷുഡ് ദ ഫ്ലൂയിഡ് ബി അഡ്മിനിസ്റ്റർഡ് കേട്ടോ. നമുക്ക് നോക്കാവേ. സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കഴിഞ്ഞ നോർസെറ്റ് 8-നും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സാധാരണ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ടോട്ടൽ ഫ്ലൂയിഡ് ഞാൻ പറഞ്ഞല്ലോ 4 ml RL ഇൻറ്റു 60 kilogram ആണ് പേഷ്യന്റ് വെയിറ്റ് ഇൻറ്റു 40% ആണ് TBSA അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 9600 ml വരും കേട്ടോ. 9600 ml ഫ്ലൂയിഡ് അതായത് RL-ലാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. ഇത് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യണം. എക്സാമിന് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അതായത് ടോട്ടൽ ഫ്ലൂയിഡ് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ 9600 ml ആണ്. ഇനി അവർ ചോദിക്കും ഫസ്റ്റ് 8 hours നിങ്ങൾ എത്ര ഫ്ലൂയിഡ് അഡ്മിനിസ്റ്റർ ചെയ്യും ചോദിക്കാം കേട്ടോ. അപ്പം ഡിവൈഡ് ദ ഫ്ലൂയിഡ് ഇൻറ്റു 2 halves, അതായത് രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് 4800 അല്ലേ. 9600 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 4800 ml ആണ് അതിന്റെ പകുതി. സോ ഈ പകുതി ഫ്ലൂയിഡ് നമ്മൾ ആദ്യത്തെ 8 മണിക്കൂർ നമ്മൾ കൊടുക്കും അല്ലെ. ആദ്യത്തെ 8 മണിക്കൂർ നമ്മൾ പകുതി ഫ്ലൂയിഡ് ആയിട്ടുള്ള
4800 ml നമ്മൾ ഇൻഫ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ആണെങ്കിലോ നെക്സ്റ്റ് 16 hours കേട്ടോ, നെക്സ്റ്റ് 16 മണിക്കൂറിൽ കേട്ടോ, ആദ്യത്തെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ടൈമിൽ നമ്മൾ എന്താ ചെയ്യുക, ബാക്കിയുള്ള ടൈമിൽ നമ്മൾ ഈ ഹാഫ് ഫ്ലൂയിഡ് അതായത് 4800 ml ബാക്കിയുള്ള 16 മണിക്കൂറിൽ നമ്മൾ ഇൻഫ്യൂസ് ചെയ്യും കേട്ടോ. ഈ രീതിയിലാണ് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ അങ്ങനെ ചോദിച്ചാൽ ഈ രീതിയിലുള്ള കാൽക്കുലേഷനും ആൻസേഴ്സുമാണ് നമ്മൾ എഴുതുക. ഇനി വേണമെങ്കിൽ വേറെയും ഒരു രീതിയിൽ ചോദിക്കാം. അതായത് ഫസ്റ്റ് 8 hours അല്ലെ, ഫസ്റ്റ് 8 hours നമ്മൾ 4800 ml ആണ്. ഇനി പെർ അവർ ആദ്യത്തെ 8 മണിക്കൂറിൽ പെർ അവർ എത്ര കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ 4800 ml കേട്ടോ, 4800 ml ഡിവൈഡ് ബൈ ഈ 8 അല്ലേ, അപ്പൊ 8 അല്ലേ, അപ്പം എത്രയാണ് 600 അല്ലെ, 600 ml പെർ അവർ അല്ലെ. ഒരു മണിക്കൂറിൽ നമ്മൾ 60 ml ഫ്ലൂയിഡ് കൊടുക്കണം അല്ലെ. ഇനി അവര് ഒരു മിനിറ്റിൽ എത്ര കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ 600 അല്ലെ, 600 ഡിവൈഡ് ബൈ 60 അല്ലെ, അപ്പൊ നോക്കിക്കേ 10 ml അല്ലെ, 10 ml പെർ മിനിറ്റ് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പം ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ എഴുതുക. ആദ്യത്തെ ബാർക്ക്ലൈനാണ് സാധാരണ ചോദിക്കുക, അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഫസ്റ്റ് 8 hours നമ്മൾ ഹാഫ് ഫ്ലൂയിഡ് കൊടുക്കുന്നുണ്ട് 4800 ml. അത് ഹവർലി എത്ര കൊടുക്കും ചോദിച്ചു കഴിഞ്ഞാൽ 4800 ഡിവൈഡ് ബൈ 8 കേട്ടോ, അതായത് 600 ml പെർ അവർ കൊടുക്കും. ഇനി പെർ മിനിറ്റ് എത്ര കൊടുക്കും ചോദിച്ചു കഴിഞ്ഞാൽ 600 ഡിവൈഡ് ബൈ 60 അല്ലെ, 60 minutes. അപ്പം 10 ml പെർ മിനിറ്റ് നമ്മൾ കൊടുക്കുന്നു പറയുക കേട്ടോ. ആദ്യത്തെ 8 hours. നെക്സ്റ്റ് 16 hours ആണെങ്കിൽ ഈ പറഞ്ഞ 4800 ml ഓവർ നെക്സ്റ്റ് 16 hours നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും കേട്ടോ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നന്നായിട്ട് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ നോർസെറ്റ് 9 ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്. ഡെയിലി ക്ലാസ്സുകൾ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് പഠിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ ഓഫീസുമായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതുകൂടാതെ തന്നെ ഞാൻ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കുറേ, അതായത് ഞാൻ പറഞ്ഞല്ലോ നോർസെറ്റിന് സാധാരണ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. പ്രത്യേകിച്ച് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി ചോദിക്കാറുണ്ട്. അതുകൂടാതെ ഇതുപോലെ കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് പരിഗണിക്കുന്നതായിരിക്കും, നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയൊക്കെ കരസ്ഥമാക്കുവാനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ടാവട്ടെ കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.